ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മുജീബ് ഡോക്ടറാണ്, മോഡേൺ മെഡിസിൻ ഡോക്ടറാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ചോദിച്ചറിയുന്നത് മോഡേൺ മെഡിസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ ചോദിക്കുന്നത് എന്താണ് മോഡേൺ മെഡിസിൻ? മോഡേൺ മെഡിസിൻ എന്ന് വിവക്ഷിക്കപ്പെടുന്നത് ഇന്ന് ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും അടിസ്ഥാനമാക്കി നൽകുന്ന ചികിത്സയാണ്. നാം ശാസ്ത്രം എന്ന് പറഞ്ഞ് അംഗീകരിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി എവിഡൻസ് ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ് മോഡേൺ മെഡിസിൻ. അതുപോലെ നമ്മൾ മുന്നേക്ക് ഈ അലോപ്പതി എന്നായിരുന്നു പറഞ്ഞിരുന്നത്, അതുപോലെ ഇംഗ്ലീഷ് വൈദ്യം എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഇപ്പം അലോപ്പതി എന്ന് പറയുന്നത് അത്ര ഒരു ഇതായിട്ട് കാണുന്നില്ല. അപ്പൊ എന്താണ് അതിന്റെ ഒരു അലോപ്പതി പേര് വന്നത്? എങ്ങനെ? വാസ്തവത്തിൽ നാം ഉപയോഗിക്കേണ്ടത് മോഡേൺ മെഡിസിൻ നിന്ന് തന്നെയാണ്. അലോപ്പതി എന്ന പേര് ശരിക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നവരും അതിന്റെ ആളുകളോ അല്ല പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതിനോട് കുറഞ്ഞ നിരക്കെങ്കിലും അഭിപ്രായ ഭിന്നതയുള്ളവരാണ് അലോപ്പതി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അലോ എന്ന് പറഞ്ഞാൽ സാധാരണ എഗെയിൻസ്റ്റ് എന്നാണ്. നിലവിലുള്ള ചികിത്സക്ക് എതിരായിട്ടുള്ള ചികിത്സ എന്നാണ് വാസ്തവത്തിൽ അലോപ്പതി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് സാമുവൽ ഹാനിമാനാണ്. വാസ്തവത്തിൽ അത് ആ അലോപ്പതി എന്ന ഉപയോഗം അനുയോജ്യമല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതെ 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 അതെ. അപ്പോ നമുക്ക് അതിന് തന്നെ തോന്നുന്നു അലോപ്പതി എഗെയിൻസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം സൈഡ് എഫക്ട്സിന്റെ ഒരു കാര്യമാണ്. അപ്പൊ അതില് സൈഡ് എഫക്ട്സ് മോഡേൺ മെഡിസിൻ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അവര് സൈഡ് എഫക്ട് മാത്രമല്ല, കോൺട്രാ ഇൻഡിക്കേഷൻസ്, കെമിക്കൽ ഇന്ററാക്ഷൻസ് ഒക്കെ. അപ്പോ ഇത് എല്ലാ മാസവും അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇതിന്റെ പ്രശ്നങ്ങളൊക്കെ ഓരോ മെഡിസിന്റെയും. അപ്പോൾ അധികം ആളുകൾക്കും അറിയുന്ന ഒരു കാര്യമാണ് സൈഡ് എഫക്ട് എന്ന്. പക്ഷെ അറിയാത്തൊരു കാര്യമാണ് ഈ കോൺട്രാ ഇൻഡിക്കേഷൻസ് ആൻഡ് കെമിക്കൽ ഇന്ററാക്ഷൻസ്. അപ്പൊ അതെന്താണ്? രണ്ട് കാര്യമാണ്. ആദ്യം പറഞ്ഞത് സൈഡ് ഇഫക്ട്സ് എന്നുള്ളതിൽ നിന്നാണ് അലോപ്പതി എന്ന് വന്ന് അല്ല. വാസ്തവത്തിൽ അന്ന് സാമുവൽ ഹാനിമാന്റെ കാലത്ത് ഉണ്ടായ ചികിത്സാ രീതിയെ അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് അന്ന് അലോപ്പതി എന്നുള്ള പേര് വന്നത്. അല്ലാതെ കോൺട്രാ ഇൻഡിക്കേഷൻസോ മറ്റു കാര്യമോ പരിഗണിച്ചിട്ടല്ല. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അതായത് നാം ഒരു മെഡിസിൻ ഉപയോഗിക്കുന്ന സമയത്ത് മോഡേൺ മെഡിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സമഗ്രതയാണ്. അതായത് ഒരു മരുന്ന് നാം എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, നമ്മുടെ ശരീരത്തിൽ മരുന്നിന് എന്ത് പ്രവർത്തിക്കുന്നു, അതിന്റെ ടോക്സിക്കോളജി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാം പരിഗണിച്ചിട്ടാണ് ഒരു മെഡിസിൻ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെയാണ് മരുന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ട് ഈ മരുന്നിന് നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാക്കുന്നു എന്നുള്ളത് ചിലപ്പോൾ അനുകൂലമല്ലാത്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കാം. അതിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമാണ് ശരിക്ക് മോഡേൺ മെഡിസിൻ നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ കോൺട്രാ ഇൻഡിക്കേഷൻ എന്നുള്ളതും അതിന്റെ സൈഡ് എഫക്ട് എന്നുള്ളത് അതിന് നെഗറ്റീവായിട്ടുള്ള സംഗതിയല്ല, അതിന്റെ സമഗ്രതയാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതിലൂടെ. അതായത് ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, സൈഡ് എഫക്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതെ, തീർച്ചയായിട്ടും ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ. അപ്പൊ നമുക്ക് ഈ ഡയബറ്റീസിന്റെ കാര്യത്തിൽ നോക്കാം. ഡയബറ്റീസിന്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ, അതായത് ഇന്ത്യ ക്യാപിറ്റലാണ് ഡയബറ്റീസിൽ. അതുപോലെ കേരളം ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളൊരു നാടാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് മെറ്റ്ഫോമിൻ എന്നുള്ളത്. മെറ്റ്ഫോമിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ മുന്നേ ഒരു ചർച്ചയായ ഒരു വിഷയമാണ്. അപ്പൊ ഇതിന്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷനെ കുറിച്ച് എന്താണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിന്റെ മറുപടി. അതായത് ഏത് മരുന്നിനും അതിൻ്റെതായിട്ടുള്ള കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്, അതിന്റെ സൈഡ് ഇഫക്ട്സ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നമ്മൾ ഒരു മരുന്ന് ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. കേവലം മെറ്റ്ഫോർമിൻ മാത്രമല്ലല്ലോ ഡയബറ്റീസിന്റെ മരുന്നായിട്ടുള്ളത്. അപ്പോൾ ഒരു പേഷ്യന്റിന് അദ്ദേഹത്തിന്റെ എല്ലാ പരിശോധനകളും നടത്തി, അതായത് ലാബ് ടെസ്റ്റുകൾ, ഇമേജിംഗ് ടെസ്റ്റുകൾ, എല്ലാ ടെസ്റ്റും നടത്തി, എല്ലാ ഫിസിയോളജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തിയ ശേഷമാണ് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അവർ സമഗ്രമായിട്ടുള്ള ഒരു പരിശോധനയ്ക്ക് ശേഷം നമ്മൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അവിടെ തെറ്റുവരാൻ സാധ്യതയില്ല. അപ്പോ ചില പേഷ്യന്റിന്റെ കേസിൽ മെറ്റ്ഫോർമിൻ പാടില്ലായിരിക്കാം, അത് ഒഴിവാക്കിയാൽ മതി, മറ്റൊരു മരുന്നിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും.
അപ്പോൾ വാസ്തവത്തിൽ മെറ്റ്ഫോർമിന്റെ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകും. എല്ലാം കെമിക്കൽ കോമ്പണൻസ് ഉള്ള കെമിക്കൽ വസ്തുക്കളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും. അത് ചിലപ്പോൾ അനുകൂലമാകാം, പ്രതികൂലമാകാം. അത് സമഗ്രമായി പഠിച്ച് അനുസൃതമായിട്ട് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നമില്ല. അപ്പൊ അതില് ഈ മെറ്റ്ഫോമിന്റെ കാര്യത്തില് അധികം ആളുകൾ അഞ്ചിലൊരാൾ പ്രമേഹ രോഗിയാണ്, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട് പറയുന്നത്, അതായത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്, ഹെപ്പാറ്റിക് ഡിസീസ്, അതുപോലെ EGFR 30 കുറവുള്ള ആളുകൾ, അതായത് കിഡ്നി രോഗമുള്ള ആളുകൾക്കൊക്കെ കൂടുതലായിട്ട് EGFR കുറവായിരിക്കും. അപ്പം ഇത്തരം ആളുകൾക്ക് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യന്റ് നോക്കുമ്പോൾ അധികം ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തുകൊണ്ടാണ് ആ ഒരു രീതിയിലേക്ക് എത്തുന്നത്? ആ ഒരു രീതിയിലെത്തുന്നു എന്നുള്ളത് വാസ്തവത്തിൽ എൻ്റെ സാധാരണ പ്രാക്ടീഷണർ ആയിട്ടുള്ള ആളുകൾ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ സമഗ്രമായി രോഗിയെ പരിശോധിച്ചിട്ടാണ് മരുന്ന് എഴുതുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളിന് സാധാരണഗതിയിൽ മെറ്റ്ഫോർമിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. അവർക്ക് മറ്റു മരുന്നുകളിലേക്ക് പോകാം. അങ്ങനെയുള്ള ഒരാൾ മെറ്റ്ഫോർമിൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ചെയ്ത ആളിന്റെ അതായത് മിസ്ഡയഗ്നോസിസ് വന്നിട്ടുണ്ടോ മറ്റു കാര്യങ്ങൾ, അത് ഒരു നിങ്ങൾ പറയുന്ന പർട്ടിക്കുലർ കേസാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മള് പ്രത്യേകമായി പരിശോധിക്കേണ്ട സംഗതിയാണ്. അത് സിസ്റ്റത്തിന്റെ തകരാറല്ല. പക്ഷെ ആളുകൾ പൊതുവെ സിസ്റ്റത്തിന്റെ പ്രശ്നമായിട്ട് അത് കാണുക. അതായത് സിസ്റ്റത്തിന്റെ ഒരു അപ്ഡേറ്റഡ് ലെവലാണ്. പക്ഷെ ഈ ഒരു വ്യക്തിയുടെ, അതായത് ഈ കോൺട്രാ ഇൻഡിക്കേഷൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഈ മെഡിസിൻ കൊടുക്കാൻ പാടുള്ളൂ. അതല്ലാതെ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അധികം ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം മെഡിസിൻസ് ആണ്. അപ്പൊ അത് നടക്കാത്തത് ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ചോദിക്കുന്നത് ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ്സ്, അതായത് കംപ്ലീറ്റ് ആയി കൊണ്ടുകൊണ്ട് ചികിത്സിക്കുന്ന രീതി, ആയുർവേദം, അക്യുപങ്ക്ചർ, ന്യൂട്രീഷൻ ഒക്കെ. അപ്പൊ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഇപ്പം അമിതമായിട്ട് രോഗം അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. IDF പറയുന്നത് 2045 ഇന്ത്യയിൽ ഒരു 15 കോടി പ്രമേഹ രോഗികൾ ഉണ്ടാകുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റിന്റെ ഒരു പ്രസക്തി, അതിന്റെ എത്രത്തോളം സാധ്യതകളുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ ഒരു രോഗത്തെ ചികിത്സിക്കുന്ന സമയത്ത് നാം രോഗിയെ കണ്ട് ചികിത്സിക്കുന്നതാണ് നല്ലത്. ആ ഒരു സമയത്ത് നമ്മൾ ഏത് മരുന്ന് എഴുതുന്നതിന് മുമ്പായാലും നമ്മൾ രോഗിയെ സമഗ്രമായി പരിശോധിച്ച് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പലവിധ സാധ്യത നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ ഇൻഡിക്കേഷൻ ഒക്കെ നോക്കിയാൽ അവിടെ നമുക്ക് ചില മരുന്നിന്റെ ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. ഓൺലി ആഫ്റ്റർ ആഡിക്വേറ്റഡ് ട്രയൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് എക്സസൈസ് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് പറഞ്ഞാൽ ആവശ്യമായ രീതിയിലുള്ള എക്സസൈസ്, അതുപോലെ തന്നെ ഭക്ഷണ രീതികളിലുള്ള, അതുപോലെ തന്നെ ന്യൂട്രീഷൻ നൽകുക എന്നുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇവിടെ ചില മരുന്നിന്റെ ഇൻഡിക്കേഷൻ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. ആ ഒരു കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റ് ശാസ്ത്രശാഖകൾക്കും ഈ കാര്യത്തിൽ റോളുള്ളതായിട്ടാണ് എന്റെ അഭിപ്രായം. അതായത് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആളുകള്, കൂടുതൽ ശതമാനം ആളുകൾക്കും വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ മെഡിസിനിലേക്ക് പോകുന്നത്. അതായത് ഒരുപാട് സാധ്യതകളുള്ള ഫീൽഡ്. തീർച്ചയായിട്ടും. ഓക്കെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതശൈലി, നമ്മൾ ഇന്നിപ്പോ ഡയബറ്റീസ് അടക്കമുള്ള രോഗങ്ങളെ നാം ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് ഭേദമാക്കാൻ ഏറ്റവും നല്ലത് ജീവിതശൈലി നമ്മൾ വേണ്ട രീതിയിൽ നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് തന്നെയാണ് നാം ചികിത്സയെ സമഗ്രമായിട്ടാണ് തീർച്ചയായിട്ടും കാണേണ്ടത്. അപ്പൊ നമ്മുടെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു.